ഗുഡ് ഈവനിങ്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് അഡീനിയം ഫ്ലവർ ആണ്. അഡീനിയത്തിന്റെ ചെടികളാണ്. എനിക്കിവിടെ കുറച്ച് അഡീനിയം ചെടികളൊക്കെ ഉണ്ട്. ഞാനിവിടെ ഇപ്പോൾ ഒരു 4 മണിയാകാൻ പോകുന്നുണ്ട് സമയം. ഇവിടെ വെറുതെ ഇരുന്നപ്പോൾ തോന്നി അഡീനിയത്തിന്റെ കുറച്ച് വിത്തുകൾ ഇവിടെ ഇരിപ്പുണ്ട്. അഡീനിയത്തിന്റെ കുറച്ച് വിത്ത് പാകിയത് ഞാനിവിടെ കിളിപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. അതിനി ഒന്ന് മാറ്റി നടണം. അപ്പോൾ അത് നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ നടുന്നത് എങ്ങനെയാണെന്ന് അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് ഒരു ചെറിയൊരു കുഞ്ഞു വ്ലോഗ് ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. ഇത് കണ്ടില്ലേ, ഇത് അഡീനിയത്തിന്റെ വിത്താണ്. ഇത് ഇനി നന്നായിട്ട് ഉണങ്ങി വരണം. ഉണങ്ങി വരുമ്പോഴാണ് നമുക്കിത് എടുക്കാൻ പറ്റുന്നത്. ഇത് നിറയെ ഫ്ലവർ ഉണ്ടായിരുന്നു, അഡീനിയം ഫ്ലവർ ഉണ്ടായിരുന്നു. ഇപ്പം എല്ലാം പൊഴിഞ്ഞു. അതിനുമുമ്പ് എൻ്റെ കുറച്ച് ചെടികളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഒരുപാട് ചെടികളൊന്നുമില്ല. ഇത് ബോളെന്ന് പറയാം, അരേലിയം എന്നാ പറയുന്നത്. അങ്ങനെയാണെന്ന് തോന്നുന്നു കേട്ടോ. ബോള് ഇത് നല്ലൊരു ചെടിയാണ്. നല്ല ബുഷ് പോലെ വളരുന്ന ഒരു ചെടിയാണ്. ഇത് പിങ്ക് കളറിലെ ഒരു തെറ്റിയ. ഇതിൻ്റെ പല കളറ് ഉണ്ട്. ഞാനിപ്പോൾ ഇത് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. അടീനി എൻ്റെ കയ്യിലുള്ളതൊക്കെ പിങ്ക് കളറായത്. റോസ് ഒരുപാട് പൂവൊക്കെ പിടിച്ചേ ഇതിലൊക്കെ. പിന്നെ ഇത് നല്ല ഭംഗിയാണ്. ഇതിൻ്റെയൊക്കെ ഭംഗിയുണ്ട്, ഞാനങ്ങ് വാങ്ങിച്ചതാ. പക്ഷെ ഇതിന്റെ പേരെന്തുവാന്നൊന്നും ഓർമ്മയില്ല. പിന്നെ ഇതിന്റെ ഈ ഇലകളൊക്കെ നല്ല കളറാവുന്നതാ കേട്ടോ. നല്ല ഭംഗിയായത്. വെയിലൊക്കെ വരുമ്പോ നല്ല വെയിൽ വേണം ഇതിന്. ഇതിന്റെ കളർ, ഈ ഇലയൊക്കെ നല്ല റെഡിഷ് കളറായി മാറും. ക്യാമറയിലൂടെ കാണുമ്പോൾ ഇത് എത്രത്തോളം ഭംഗി അറിയാൻ പറ്റുമെന്ന് അറിയത്തില്ല. പക്ഷെ ഇത് നല്ല റെഡിഷ് കളറിലാണ് വരുന്നതായത്. പിന്നെ വേണ്ടേ, ഇതും ഒരു അരേലിയൻ ബോള്. ഇത് നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിങ്ങനെ ഇതേപോലെ വരണം, എന്നാലാ അതിന്റെ ഭംഗി അറിയാൻ പറ്റുന്നത്. ഞാൻ പറഞ്ഞ അടീനിയ ഞാൻ ഒരു 2-3 മാസത്തിന് മുമ്പ് അതിന്റെ വിത്തെടുത്ത് പാകി കിളിച്ചതാണിത്. ഇതിൽ കുറച്ച് തൈയൊക്കെ ഞാൻ മാറ്റി നട്ടിട്ടുണ്ട്. ഒന്ന് ഇതിലിന്ന് ഒരെണ്ണമെടുത്ത് ഒന്ന് മാറ്റി നടാം. ഞാനതെങ്ങനെയാണ് നടുന്നത്, ഞാൻ നടുന്ന രീതി എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അടീനിയം നടാൻ വേണ്ടി ഞാൻ ഇതേപോലെ ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്, പൂച്ചട്ടി. അതിലേക്ക് ഞാൻ നടുന്ന രീതി ഇങ്ങനെയാണ്. ഇനി പലരും പല രീതിയിലല്ലേ നടുന്നത്. ആദ്യം ഞാൻ ഇതേപോലെ ചെറിയ ഉണക്കത്തുണ്ട് അടിയിൽ ഇങ്ങനെ വെച്ചു കൊടുക്കും, ഒരു ഈർപ്പമൊക്കെ കിട്ടാൻ വേണ്ടി. അതിനുശേഷം കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതിടാൻ. ഞാൻ ഇവിടെ ഇപ്പം മണൽ അങ്ങിടുകയാണ്. മണലിട്ടിട്ട് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ചാണകപ്പൊടി, എല്ലുപൊടി, എല്ലാം കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് കൊക്കോപ്പിറ്റ്, അതായത് ചകിരിച്ചോറ് അതുകൂടി ഒഴിച്ചിട്ട് ഞാനിങ്ങനെയാണ് നടുന്നത്. പിന്നെ പലരും പല രീതിയിലൊക്കെയാണ് നടുന്നത്. ഇതിൽ നിന്നിനി നല്ലൊരു തൈ നോക്കി ഇളക്കിയെടുക്കാം. ഇത് ഇളക്കിയെടുക്കാം. മണ്ണിലേക്ക് ഒന്ന് ഉറപ്പിച്ചു കൊടുക്കാം. ഇത് അവിടെ വെക്കാം.
ഞാൻ കുറേ അടീനി ഇങ്ങനെ നട്ട് വെച്ചിട്ടുണ്ട്. വേണ്ടേ ഇതേപോലെ ചട്ടികളിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് നല്ലൊരു ഇലച്ചെടിയാണിത്. പിന്നെ ഇത് ഇൻഡോർ പ്ലാന്റ് ആയിട്ടൊക്കെ വെക്കുന്നതാണ്. ഇത് നല്ല കളറായത് കേട്ടോ. ഇതിനൊക്കെ നന്നായിട്ട് വെയിൽ വേണം ഈ ചെടിക്കൊക്കെ. അപ്പോഴാണ് ഇതിന്റെ ഇലയൊക്കെ നല്ല റെഡിഷായി മാറുന്നത്. ഇത് ബോള് അതേപോലത്തെ ചെടി. ഇത് ഒരുപാട് അങ്ങ് നല്ല ഹൈറ്റ് വളർന്ന് ഇത് ഞാൻ വെട്ടിക്കളഞ്ഞ് പിന്നെ ഇത് രണ്ടാമത് കിളിച്ചതായത്. നല്ല ഭംഗിയില്ലയോ? പോലെ അങ്ങ് നിന്നതാ. വെട്ടിക്കളഞ്ഞപ്പോ ഇപ്പൊ നല്ല ഭംഗിയായിട്ട് കിളിച്ച്. ഇതൊരു ഇൻഡോർ പ്ലാന്റാ. ഇതിപ്പോ ഞാൻ തൽക്കാലം വെളിയിൽ വെച്ചേക്കുക. ഇത് പിന്നെ അറിയാലോ എല്ലാവർക്കും. ഇത് മണി പ്ലാന്റ്. ഈ ചെടി അറിയാലോ. ഇത് നമ്മൾ ബൊക്കയ്ക്കൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഫ്ലവറാണിത്. ഇത് നല്ല ഭംഗിയായത് കേട്ടോ. ഇതൊരു പല കളറുണ്ട്. പക്ഷെ എന്റെ ഈ ഒരു കളറേ ഉള്ളൂ. ഇതിന് ജെറിബ്ര എന്നാ പറയുന്നത് ഈ ചെടി. അപ്പൊ 4 മണി ആയിട്ടുണ്ട്. ഞാനിനി ഒരു സ്നാക്ക് ഉണ്ടാക്കാന്ന് വിചാരിക്കുക ചായക്ക് കുട്ടികൾക്ക്. അപ്പൊ ഇന്നിനിപ്പോ കുറച്ച് ചിക്കൻ വാങ്ങിച്ചത് ഇരിപ്പുണ്ടായിരുന്നു. അത് ഞാനിപ്പോ ചിക്കൻ കട്ട്ലറ്റ് ഉണ്ടാക്കാന്ന് വിചാരിക്കുക. അതിനുവേണ്ടി ഞാൻ ഇവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പോ ഒരു 200 ഗ്രാം ചിക്കൻ കാണും. ഞാനിത് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ട് ഇതൊന്ന് വേവിച്ചെടുത്തതാണ്. ഇനി ഇത് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. പിന്നെ അതേപോലെ 2 പൊട്ടറ്റോ ഞാനെടുത്ത് ഇത് ബോയിൽ ചെയ്ത് വെച്ചിട്ട് പുഴുങ്ങി നന്നായിട്ട് നല്ലതുപോലെ പുഴുങ്ങി വെച്ചേക്കുന്ന 2 പൊട്ടറ്റോ ആണ്. ഇനി ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് സ്മാഷ് ചെയ്തെടുക്കണം. പിന്നെ ഇതിനുവേണ്ടി 2 ചെറിയ സവാള കുത്തി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ അതേപോലെ ഒരു പച്ചമുളക്, അത് എരിവിന് ആവശ്യത്തിന്. അപ്പോൾ ഇനി ഇത് ഒന്ന് തയ്യാറാക്കണം. അപ്പോൾ ആദ്യം ഈ കട്ട്ലറ്റിന് വേണ്ടി ഈ ചിക്കൻ ഒന്ന് ഇത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ചിക്കൻ ഇവിടെ ഞാൻ നന്നായിട്ട് ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ആക്കാം. ഒരു സ്മാഷർ ഉണ്ട്. അതുകൊണ്ട് ഇത് വെച്ച് നന്നായിട്ട് ഈ പൊട്ടറ്റോ ഒന്ന് ഉടച്ചെടുക്കാം. സ്മാഷർ അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ തവി കൊണ്ട് നന്നായിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവാളയും പച്ചമുളകും കൂടി ഇടാം. നന്നായിട്ടൊന്ന് വാടി വരണം. കട്ട്ലറ്റൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്നതാ. പിന്നെ ഞാനിത് അറിയാത്തവർക്ക് വേണ്ടി ഇടുന്നു, അത്രേ ഉള്ളൂ. ഇതൊന്ന് വാടി വരട്ടെ. കുറച്ച് ഉപ്പിടാം. ഉപ്പ് ഇറച്ചി വേവിച്ചപ്പോ അതിലേക്ക് ചിക്കൻ വേവിച്ചപ്പോ അതിനകത്ത് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. അപ്പൊ അതുപോലെ അനുസരിച്ച് വേണം നമ്മൾ ഉള്ളി വാട്ടാൻ വേണ്ടി ഉപ്പിടാൻ. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാല ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടാം. കുരുമുളക് പൊടി ചിക്കൻ വേവിച്ചപ്പോൾ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ചേർത്തത്. ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ച ചിക്കൻ ഇടാം. ചെറിയ ഒരു പീസ്.
ഇനി ഇതിലേക്ക് ഈ വേവിച്ച് വെച്ച പൊട്ടറ്റോ കൂടി ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഉപ്പൊക്കെ നോക്കിയിട്ട്, കിഴങ്ങിൽ ഉപ്പിട്ടില്ലായിരുന്നു. ഇത് നന്നായിട്ടെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഇനി ഇത് നന്നായിട്ടൊന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷം കട്ട്ലറ്റ് ഉണ്ടാക്കാം. ഇത് ഞാൻ നന്നായിട്ട് കുഴച്ച് നല്ലതുപോലെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് കട്ട്ലറ്റിന്റെ ഏത് ഷേപ്പ് വേണമെന്ന് വെച്ചാൽ അതേപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ സാധാരണ ചെയ്യുന്ന പോലെ റൗണ്ടായിട്ട് അങ്ങ് ചെയ്യുക. ഇതേപോലെ അപ്പം ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ തന്നെ ഞാൻ ഇതെല്ലാം പരത്തട്ടെ. ഞാൻ 11 അത്രയും ഒരു 200-250 ഗ്രാമേ ഉള്ളായിരുന്നു ചിക്കൻ. അത്രയും കൊണ്ട് ഞാൻ ഇവിടെ 11 കട്ട്ലറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിലൊന്ന് പൊരിച്ചെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു മുട്ട എടുത്ത് മുട്ട ബീറ്റ് ചെയ്ത് കുറച്ചിതെടുത്ത് നമ്മളൊരു സിപ്ലോക്ക് കവറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലാസ്റ്റിക്കിന്റെ ചെറിയ കണ്ടെയ്നറില്ലേ അതിനകത്തോ ഇത് നമ്മൾ എടുത്ത് ഫ്രിഡ്ജിലല്ല ഫ്രീസറിൽ വെക്കാമെങ്കിൽ നമുക്കിത് ഒരാഴ്ച വരെയൊക്കെ കേടാവാതിരിക്കും. അപ്പൊ ആവശ്യത്തിനെടുത്ത് നമുക്ക് കുട്ടികൾക്കൊക്കെ ഇത് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഒരു 3 പീസ് ബ്രെഡ് എടുത്ത് ഞാനിത് നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുകൂടി വേണം ഇനി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ ഇത് ആദ്യം ഇതിങ്ങനെ ഓരോന്നെടുത്ത് ഒന്ന് എഗ്ഗിലൊന്ന് നന്നായിട്ട് മുക്കിയിട്ട് ഇതേപോലെ ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ എല്ലാം ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഇപ്പൊ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഏത് ഓയിൽ വേണമെങ്കിലും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. വെളിച്ചെണ്ണയിലോ ഏതായാലും കുഴപ്പമില്ല. അപ്പൊ ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലേ വെക്കാവൂ. ഒരുപാട് കൂട്ടി അങ്ങ് വെക്കരുത്. അപ്പൊ കട്ട്ലറ്റ് ഒക്കെ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് ഓയിലിൽ നിന്ന് എടുക്കാം. ഒരുപാട് തീ അങ്ങ് ലോ ഫ്ലെയിമിലാക്കി അതേപോലെ ഹൈ ഫ്ലെയിമിലാക്കിയും വെച്ച് അങ്ങനെ ഫ്രൈ ചെയ്യരുത്. അങ്ങനെ ചെയ്യുമ്പോൾ പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. ഹൈ ഫ്ലെയിമിലാകുമ്പം കരിഞ്ഞു പോവും, ലോ ഫ്ലെയിമിലായാൽ ഇത് പൊട്ടിയും പോവും. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാൻ. ആയിട്ടുണ്ട്. ഓയിലിൽ നിന്ന് എടുക്കാം. കട്ട്ലറ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ചായ കൂടി ഇടണം. ചായ കൂടി ഇടട്ടെ. ചായയൊക്കെ ഇട്ട് കട്ട്ലറ്റും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഈവനിങ് വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും അറിഞ്ഞുകൂടാത്തവര് ഈ കട്ട്ലറ്റിന്റെ റെസിപ്പി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.